2025 നടന്ന ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല. ഇന്ത്യയുടെ അതിർത്തികൾ എന്നത്തേക്കാളും സുരക്ഷിതമാക്കാൻ ആ പോരാട്ടം നമ്മളെ പ്രേരിപ്പിച്ചു. ഇന്ന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏത് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെയും തകർക്കാൻ തക്കവണ്ണം 4 പാളികളുള്ള ഒരു അതിശക്തമായ വ്യോമ പ്രതിരോധ കവചം ഇന്ത്യ പഞ്ചാബ് അതിർത്തിയിൽ വിന്യസിച്ചു കഴിഞ്ഞു. എന്താണ് ഈ പ്രതിരോധ സംവിധാനം? എന്താണ് മിഷൻ സുദർശൻ ചക്ര? നമുക്ക് നോക്കാം. ഈ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത് 2025 ഏപ്രിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണമാണ്. 26 നിരപരാധികളായ പൗരന്മാരുടെ ജീവൻ അന്ന് നഷ്ടപ്പെട്ടു. ഇതിന് മറുപടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. കേവലം ഒരു തിരിച്ചടി എന്നതിലുപരി ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം തന്നെ അന്ന് മാറി. സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചും ഭീകരവാദത്തെ യുദ്ധമായി പ്രഖ്യാപിച്ചും ഇന്ത്യ കടുത്ത നിലപാട് സ്വീകരിച്ചു. ശത്രുവിനെ നേരിട്ടല്ലാതെ ഡ്രോണുകളും ആധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് നേരിടുന്ന നോൺ കോണ്ടാക്ട് വാർഫെയർ രീതിയിലേക്ക് നമ്മുടെ സൈന്യം മാറി. ഇന്ത്യയുടെ പുതിയ സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനം 4 വ്യത്യസ്ത പാളികളിലായാണ് ശത്രുക്കളെ പ്രതിരോധിക്കുന്നത്. ഏറ്റവും പുറമേയുള്ള പാളിയിൽ S-400, ബറാക് 8 തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും വിമാനങ്ങളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കുന്നു. ഇതിന് താഴെയായി ഇടത്തരം ദൂരത്തിലുള്ള ഭീഷണികളെ നേരിടാൻ തദ്ദേശീയമായ ആകാശ് മിസൈലുകൾ സജ്ജമാണ്. 3-ാം പാളിയിൽ സൈനികർക്ക് തോളിന് മുകളിൽ വെച്ച് പ്രയോഗിക്കാവുന്ന IGLA-S പോർട്ടബിൾ മിസൈലുകൾ പെട്ടെന്നുണ്ടാകുന്ന ഡ്രോൺ ആക്രമണങ്ങളെ തടയാൻ സഹായിക്കുന്നു. ഏറ്റവും താഴത്തെ പാളിയിൽ ZU-23, L-70 തുടങ്ങിയ കരുത്തുറ്റ ഗണ്ണുകൾ താഴ്ന്നു പറക്കുന്ന ലക്ഷ്യങ്ങളെ തകർക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഈ 4 ഘട്ടങ്ങളും ഒരു റിയൽ ടൈം കമാൻഡിംഗ് നെറ്റ്വർക്ക് വഴി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ശത്രുക്കളുടെ ഏതു നീക്കവും അതിവേഗം തിരിച്ചറിയാനും നിമിഷങ്ങൾക്കുള്ളിൽ ഫലപ്രദമായി പ്രതികരിക്കാനും ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുന്നു. ഈ സംവിധാനത്തിന്റെ കരുത്ത് ലോകം കണ്ടത് 2025 സംഘർഷത്തിനിടയിലാണ്. ഡൽഹിയെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഒരു ബാലിസ്റ്റിക് മിസൈൽ സിർസയിലെ എയർഫോഴ്സ് യൂണിറ്റ് തകർത്തു. എയർ കമാൻഡർ രോഹിത് കബലിന്റെ നേതൃത്വത്തിൽ ബാരക് 8 സംവിധാനം ഉപയോഗിച്ചാണ് ഈ വലിയ ദുരന്തം ഒഴിവാക്കിയത്. നമ്മുടെ സൈനികരുടെ ജാഗ്രതയും സാങ്കേതിക വിദ്യയും ഒന്നിച്ചപ്പോൾ ഇന്ത്യ സുരക്ഷിതമായി. ഇന്ത്യയുടെ ആകാശ സീമകളെ ഒരു അജയ്യമായ കോട്ടയായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ സുദർശൻ ചക്ര വിഭാവനം ചെയ്തിരിക്കുന്നത്. 2035 പൂർത്തിയാകുന്ന ഈ പദ്ധതിയിലൂടെ AI കരുത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി ലെയർ പ്രതിരോധ കവചം രാജ്യം സ്വന്തമാക്കും. കേവലം വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കാതെ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കുന്നു എന്നത് ഈ പദ്ധതിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഇത് കേവലം ഒരു പ്രതിരോധ സംവിധാനമല്ല, മറിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ മുതിരുന്ന ഏതൊരു ശത്രുവിനും വൻ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഡിറ്ററന്റ് കൂടിയാണ്. ആധുനിക സാങ്കേതിക വിദ്യയും തദ്ദേശീയമായ കരുത്തും ഒത്തുചേരുന്നതോടെ ഭാവിയിലെ വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ പൂർണ്ണമായി സജ്ജമാകുമെന്ന് ഈ മിഷൻ ഉറപ്പു നൽകുന്നു. ഇന്ത്യയുടെ അതിശക്തമായ ഈ വ്യോമ പ്രതിരോധ കവചം അയൽ രാജ്യമായ പാകിസ്ഥാനെ വലിയ രീതിയിലുള്ള തന്ത്രപരമായ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ആകാശമാർഗമുള്ള ആക്രമണങ്ങൾ ഇന്ത്യൻ പ്രതിരോധത്തിന് മുന്നിൽ പരാജയപ്പെടുമെന്ന ബോധ്യം ആക്രമണത്തിന്റെ പാത ഉപേക്ഷിക്കാനും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശത്രുക്കളെ പ്രേരിപ്പിച്ചേക്കാം. ഇന്ത്യ എന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ സമാധാനം ഉറപ്പാക്കാൻ അതിർത്തിയിൽ അതിശക്തമായ ഒരു കാവൽക്കാരൻ അത്യാവശ്യമാണെന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കരുത്തുറ്റ പ്രതിരോധത്തിലൂടെ സുരക്ഷിതമായ ഒരു നാളെയെ കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ പുതിയ ഇന്ത്യയുടെ നയം.